ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി മുതൽ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ യൂസ്ഡ് ഐഫോൺ വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് യൂസ്ഡ് ഐഫോൺ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി ഫാക്ടറി റീസെറ്റ് ചെയ്ത നിലയിലാണ് അവർ ഫോൺ അവിടെ ഡിസ്പ്ലേക്ക് വച്ചിട്ടുണ്ടാവുക. എങ്കിലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വീണ്ടും ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ എടുക്കാവൂ. കാരണം ബൈപ്പാസ് ചെയ്ത ഫോണാണെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ മുമ്പ് യൂസ് ചെയ്ത ആപ്പിൾ ഐഡിയും പാസ്വേഡും വീണ്ടും ചോദിക്കും. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കണ്ടീഷനിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പുതിയ ആപ്പിൾ ഐഡിയും ഒക്കെ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യും. അപ്പോൾ കുറേ കാലം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോഴാണ് പണ്ടത്തെ ആ ഒരു ആപ്പിൾ ഐഡിയും പാസ്വേഡും ചോദിക്കുക. അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ യൂസ്ഡ് ഫോൺ വാങ്ങിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ വകയായി സ്വന്തമായിട്ട് തന്നെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാവൂ. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് പേര് കാണാൻ പറ്റും. ആപ്പിൾ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത ഫോണാണെങ്കിൽ ആപ്പിൾ ഐ ഡിയുടെ പേര് ഐഡിയും അവിടെ മേലെ കാണിക്കും. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് താഴെയായിട്ട് ഏകദേശം 6-ാമതായിട്ട് നമുക്ക് ഫൈൻഡ് മൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ഗ്രീൻ കളറുള്ള ഒരു ഫൈൻഡ് മൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുക. ഫൈൻഡ് മൈ ഐഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ ഓണായി കിടക്കുന്നത് കാണാൻ പറ്റും. ഡിഫാൾട്ടായിട്ട് അത് എല്ലാ ഫോണിലും ഓണായിട്ടാണ് ഉണ്ടാവുക. ആപ്പിൾ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത എല്ലാ ഫോണുകളിലും അത് ഓണായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫൈൻഡ് മൈ ഐഫോൺ എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അത് ഓഫ് ചെയ്യുമ്പോൾ ആ പഴയ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കും. അതിൽ ലോഗിൻ ചെയ്ത് വെച്ച ആപ്പിൾ ഐ ഡി ഏതാണോ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ ഒരു ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് മൈ ഐഫോൺ എന്നുള്ളത് ഓഫ് ചെയ്യാൻ പറ്റും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഈ ഒരു ഐഫോൺ റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്ത് വെച്ച ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ടേൺ ഓഫ് എന്നുള്ളത് കാണാൻ പറ്റും. അത് ടേൺ ഓഫ് എന്നുള്ളത് കൊടുക്കുക. ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അവിടെ നമുക്ക് ടേൺ ഓഫ് വരുന്നത് കാണാൻ പറ്റും. ഞാൻ ആദ്യം അടിച്ച ആപ്പിൾ ഐ ഡി തെറ്റാണെന്ന് തോന്നുന്നു, പാസ്വേഡ് തെറ്റാണെന്ന് തോന്നുന്നു. അതാണ് എറർ കാണിച്ചത്. ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് മൈ ഐഫോൺ ടേണിങ് ഓഫ് എന്നുള്ളത് നമുക്കവിടെ കാണിക്കും. ഇപ്പോൾ നമുക്ക് കാണാം ഫൈൻഡ് മൈ ഐഫോൺ ഓഫായിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫൈൻഡ് മൈ ഐഫോൺ ഓഫ് ചെയ്യുമ്പോൾ ഒന്നുമില്ല ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈൻഡ് മൈ ഐഫോൺ കറക്റ്റായിട്ട് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫൈൻഡ് മൈ ഐഫോൺ എന്നുള്ളത് ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫാക്ടറി റീസെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അതിൽ ജനറൽ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ജനറൽ എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന് കാണിക്കും. അത് ടാപ്പ് ചെയ്യുക. കറക്റ്റ് ഞാനിതിൽ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് റീസെറ്റ് ഓൾ കണ്ടൻറ്റ് ആൻഡ് സെറ്റിങ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ടാപ്പ് ചെയ്യേണ്ടത്. മുകളിലുള്ള റീസെറ്റ് എന്നുള്ളതുണ്ട്, അതല്ല. ഏറ്റവും താഴെയുള്ള റീസെറ്റ് ആൾ കണ്ടൻറ്റ് ആൻഡ് സെറ്റിങ്സ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഒന്ന് റീസെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ടിന്യൂ ടാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഐഫോൺ എക്സസ് മാക്സ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഐഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അപ്ലോഡിങ് ഡാറ്റ ഐക്ലൗഡ് എന്നുള്ള ഇത് കാണിക്കും. നമുക്കത് സ്കിപ്പ് ചെയ്യാം. നമുക്കൊന്നും ബാക്കപ്പ് ഒന്നും എടുക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഏതാനും സെക്കൻഡുകൾക്കകം നമുക്ക് അത് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് കാണാൻ പറ്റും. ഈ ഒരു റീസെറ്റ് ഐഫോൺ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഫോൺ എക്സസ് മാക്സ് എടുക്കാനുള്ള കാരണം, മറ്റ് ഐഫോണുകളിലൊക്കെ ഡാറ്റയുണ്ട്. അപ്പോൾ ഇതിൽ ഡാറ്റയൊന്നുമില്ല, എനിക്ക് റീസെറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്കിപ്പോൾ ആപ്പിളിലൊക്കെ വന്നിരിക്കുകയാണ്. ഇതിങ്ങനെ ഫോൺ റീസെറ്റ് ആവുകയാണ്. അത് ഫോൺ ഓഫായി കുറച്ച് കഴിയുമ്പോൾ ഫോൺ താനെ റീസ്റ്റാർട്ടായിട്ട് വരും. അപ്പോൾ ഹലോ എന്ന് കാണിക്കും ഫസ്റ്റിലായിട്ട്. അപ്പോഴാണ് നമുക്ക് പുതിയ ഒരു ഐഫോണായി സെറ്റായി വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഹലോ എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. മുമ്പ് വേറെ ഏതെങ്കിലും ബൈപ്പാസ് ചെയ്ത ഫോണാണെങ്കിൽ ആ സമയത്താണ് നമ്മളോട് പഴയ ഐക്ലൗഡ് ഐ ഡി പാസ്വേഡൊക്കെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ റീസെറ്റായി വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം.
ഇപ്പോൾ ഫോൺ സ്റ്റാർട്ടായി വരുന്നുണ്ട്. നമുക്ക് ഹലോ എന്നുള്ള വന്നു. അപ്പോൾ ഇത് നമ്മൾ മുകളിലോട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളോട് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും. പറയും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രി ആൻഡ് റീജിയൻ. അപ്പോൾ ഞാനിപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്, ഇവിടെയാണുള്ളത്. അതിനുശേഷം നമ്മൾ അപ്പിയറൻസ് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അതിൻ്റെ ഡിസ്പ്ലേ ഐക്കൺ സൈസൊക്കെ നമുക്ക് ഡിഫോൾട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വരുന്ന അടുത്ത ഓപ്ഷൻ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ക്വിക്ക് സെറ്റ് അപ്പ് ഫോൺ, അപ്പോൾ അത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ സ്ക്രീൻ ഇവിടെ റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് സെറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ലേറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കീപാഡിൽ വരുന്ന ലാംഗ്വേജൊക്കെ കാണിക്കും. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഡിറ്റക്ഷൻ അതൊക്കെ കണ്ടിന്യൂ കൊടുത്തു. പിന്നീട് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യണം. വൈഫൈ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഡാറ്റയുള്ള സിമ്മ് ഇട്ട് കഴിഞ്ഞാൽ മതി. കാരണം ഇതിന് ഡാറ്റ മസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇവിടെ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് ലോഡായി വരുന്നുണ്ട്. ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളത് കാണിക്കും, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏജ് റേഞ്ച് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ചൈൽഡും അതുപോലെ തന്നെ ടീനും ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അഡൾട്ട് എന്നാണ് കൊടുക്കുന്നത്. ചൈൽഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പേരൻ്റൽ കൺട്രോൾ ആയിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അഡൾട്ട് എന്നുള്ളത് കൊടുത്തു. ഫേസ് ID വേണമെങ്കിൽ ഇപ്പോൾ സെറ്റ് ചെയ്യാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒന്നും സെറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഓപ്പൺ ചെയ്തെല്ലാം ചെക്ക് ചെയ്യേണ്ടതുകൊണ്ട് സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പാസ്വേഡ് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 4 അക്കമോ 6 അക്കമോ നമുക്ക് നമ്പർ കൊടുക്കാം, പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സെറ്റപ്പ് ലേറ്റർ എന്നുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് നോക്കുന്ന ഫോണാണെങ്കിൽ സെറ്റപ്പ് ലേറ്റർ എന്ന് കൊടുത്താൽ മതി. കാരണം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്. അപ്പോൾ അടുത്തതായിട്ട് ട്രാൻസ്ഫർ യുവർ ആപ്സ് ആൻഡ് ഡാറ്റാസ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളത് ഡോണ്ട് ട്രാൻസ്ഫർ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ആപ്പിൾ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. നമ്മൾ ആപ്പിൾ ID ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫോർഗോട്ട് ആപ്പിൾ ID എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്പിൾ ID ഡോണ്ട് ഹാവ് ആപ്പിൾ ID എന്നുള്ളത് കൊടുത്താൽ മതി. സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് എന്നുള്ളത് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ആപ്പിൾ ID ഇല്ലാതെ ഡോണ്ട് യൂസ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡോണ്ട് യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ID ഇല്ലാതെ തന്നെ നമുക്കിവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും, അത് വായിച്ച് നോക്കും. അതിനുശേഷം എഗ്രി കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്ഡേറ്റ് യുവർ ഐഫോൺ ഓട്ടോമാറ്റിക്കലി, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അത് അടുത്തായിട്ട് മെസ്സേജ് സെറ്റിങ്സ് ആണ്, അതും കണ്ടിന്യൂ കൊടുക്കുക. അടുത്തതായി ലൊക്കേഷൻ ഡിസേബിൾ, നമുക്ക് ലൊക്കേഷൻ അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് സെറ്റപ്പ് യുവർ സെല്ലുലാർ, ആ eSIM ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് എന്ന് കൊടുക്കാം. അടുത്തതായിട്ട് സ്ക്രീൻ ടൈം സെറ്റിങ്സ്, അതും നമുക്ക് സെറ്റപ്പ് ലേറ്റർ എന്ന് കൊടുത്താൽ മതി. പിന്നീട് സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് വേണമെങ്കിൽ. ഐഫോൺ അനാലിസ്റ്റ് നമുക്ക് ഡോണ്ട് ഷെയർ എന്ന് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്പ്ലേ ആണ്, ഡാർക്ക് മോഡും അതുപോലെ തന്നെ ലൈറ്റ് മോഡൊക്കെ ഉള്ളത്. ഞാനിവിടെ ഡാർക്ക് മോഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫോൺ ഫിനിഷ് ആവാതിരിക്കുന്നു. സിരി സെറ്റിങ്സ് സെറ്റപ്പ് ലേറ്റർ ആൻഡ് സെറ്റിങ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ വെൽക്കം ടു ഐഫോൺ എന്ന് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ മുകളിലോട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓൺ ചെയ്ത് വന്ന് നമുക്ക് ഫോണൊക്കെ വീണ്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഐക്ലൗഡും പാസ്വേഡും ഒന്നും പഴയതില്ല, ബൈപ്പാസ് ചെയ്ത ഫോണൊന്നും അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ചെയ്ത് വന്നത്. ബൈപ്പാസ് ചെയ്ത ഫോണോ മറ്റോ ആണെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മളോട് പഴയ ആപ്പിൾ ID പാസ്വേഡും ചോദിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.